ചൂടുകുരു വളരെ കോമൺ ആയിട്ട് ഈ വേനൽക്കാലത്ത് കാണുന്ന ഒന്നാണല്ലേ. ഒട്ടുമിക്ക ആളുകൾക്കും ലൈഫിൽ ഒരിക്കലെങ്കിലും ചൂടുകുരു വന്നിട്ടുണ്ടാവും. വീട്ടിൽ കുട്ടികളുള്ളവരാണെങ്കിൽ എന്തായാലും ഈ ഒരു സമ്മറിലൊക്കെ ചൂടുകുരുവിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ എന്താണ് ചൂടുകുരു, ഇത് എങ്ങനെ വരുന്നത്, ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് എപ്പോഴാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത്. മുഫ്സില ഡോക്ടറാണ്, ഒലി ഹോമിയോപ്പതി ക്ലിനിക്, കീഴ്ശ്ശേരി, മലപ്പുറം ജില്ല. വെൽക്കം ബാക്ക് ടു ഡോക്ടർ കപ്പിൾ. നമ്മുടെ ചാനൽ ഇതുവരേക്കും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. അപ്പോൾ എന്താണ് ചൂടുകുരു എന്ന് വെച്ചാൽ, നമ്മുടെ സ്കിന്നിൽ ഒരുപാട് വേർപ്പ് ഗ്രന്ഥികളുണ്ട്. അതിനെല്ലാം ഓപ്പണിങ്സ്, പോസ് ഉണ്ടാവും, ചെറിയ ദ്വാരങ്ങളുണ്ടാവും, സുഷിരങ്ങളുണ്ടാവും പുറത്തേക്ക്. അതിലൂടെയാണ് നമുക്ക് വേർപ്പ് പുറത്തോട്ട് വരുന്നത്. അത് നോർമലായിട്ട് നമ്മുടെ ബോഡി ചൂടാകുന്ന സമയത്ത് വേർപ്പ് വരണം. അതാണ് ഒരു നോർമലായിട്ടുള്ള പ്രവർത്തന രീതി എന്ന് പറയുന്നത്. പല കാരണങ്ങളെ കൊണ്ട് നമുക്ക് ഈ ഒരു വേർപ്പ് ഗ്രന്ഥിയുടെ ഓപ്പണിങ്സ് അല്ലെങ്കിൽ സുഷിരങ്ങൾ അടഞ്ഞു പോകും. അത് നമ്മൾ ടൈറ്റായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതുകൊണ്ടാകാം, വേർപ്പിന് സ്വതന്ത്രമായിട്ട് ഒഴുകാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ടാകാം, ചിലപ്പോൾ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്നതുകൊണ്ടാവാം, സ്കിന്നിലെ ഡെഡ് സെൽസ് ഒക്കെ വന്ന് ഈ പോർസ് അടഞ്ഞു പോകുന്നതാവാം, മൊത്തത്തിൽ ബോഡിയുടെ ടെമ്പറേച്ചർ കൂടുന്നതോ അന്തരീക്ഷത്തിൽ താപനില കൂടുന്നതോ ഒക്കെ ഇതിന് കാരണങ്ങളായേക്കാം. അപ്പോൾ ഈ ഒരു ക്ലൈമറ്റ് നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത, മലയാളികൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ചൂടാണല്ലേ ഈ പ്രാവശ്യത്തെ സമ്മറിൽ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാട് ജില്ലയിലൊക്കെ 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് ചൂടല്ലേ. അപ്പോൾ നമുക്കാണെങ്കിൽ ഇനി ഏപ്രിൽ മെയ് 2 മാസങ്ങൾ കടന്നു പോകാനുണ്ട്. കഴിഞ്ഞ വർഷത്തേക്ക് പോലെ ആണെങ്കിൽ ജൂൺ പകുതിക്ക് ശേഷമാണ് നമുക്ക് മഴ കിട്ടിയത്. പ്രാവശ്യം എന്താകുമെന്നൊന്നും അറിഞ്ഞില്ല. നേരത്തെ മഴ വരട്ടെ, ചൂട് കുറയട്ടെ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ആഗ്രഹിക്കാം. പക്ഷെ നമുക്ക് ഈ വേനലിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ ഫേസ് ചെയ്തേ പറ്റും. അപ്പോൾ ഇത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റും. ചൂടുകുരു നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. വളരെ കോമൺ ആയിട്ട് ഇത് കാണുന്നത് ചെറിയ കുട്ടികളിലാണ്. അതിന് കാരണം എന്തെന്ന് വെച്ചാൽ, അവർക്ക് ഈ വേർപ്പ് ഗ്രന്ഥികൾ പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവില്ല, അതായിരിക്കാം. പിന്നെ നമുക്ക് വലിയ ആളുകളാണെങ്കിൽ ഭയങ്കര ചൂടാണ്, അപ്പം നമുക്ക് ഡ്രസ്സിങ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് ഇടയ്ക്ക് കുളിക്കാൻ പറ്റും, നമുക്ക് ഇതെല്ലാം നമ്മൾക്ക് അറിഞ്ഞ് ചെയ്യാനായിട്ട് പറ്റും. കുട്ടികൾക്ക് അവരുടെ ആ ഒരു ടെമ്പറേച്ചർ കാര്യങ്ങൾ, കുളിക്കണം എന്നുള്ള ഒരു അറിവും അവർക്കത് മാനേജ് സ്വയം പറ്റണം എന്നൊന്നുമില്ല. അതുകൊണ്ടൊക്കെയാണ് കുട്ടികളിൽ ഇത് കൂടുതലായിട്ട് കാണുന്നത്. ഇനി ബെഡ് റിഡൺ ആയിട്ടുള്ള, കിടന്നു പോയിട്ടുള്ള, കിടപ്പിലായിട്ടുള്ള രോഗികളിൽ ഇത് വളരെ കൂടുതലായിട്ട് കാണാറുണ്ട്. അതിൻ്റെയും റീസൺ എന്താണെന്ന് വെച്ചാൽ, അവർ ഒരേ സൈഡിലേക്ക് ഒരേ പൊസിഷനിലായിരിക്കും കിടക്കുക. അവിടെയും അവർക്ക് ഈ വേർപ്പ് സ്വതന്ത്രമായിട്ട് ഒഴുകി പോകാനായിട്ടുള്ളൊരു സാഹചര്യങ്ങളുണ്ടാവില്ല. അതുപോലെ നല്ല വണ്ണമുള്ള ആളുകളിൽ അവർക്ക് സ്കിൻ ഫോൾസ്, മടക്കുകൾ അല്ലേ ശരീരത്തിൽ, കഴുത്തിൻ്റെ ഇവിടെ ഇടുങ്ങിയിട്ടായിരിക്കും. ബ്രസ്റ്റൊക്കെ ഉള്ള സ്ത്രീകൾ, വലിയ ബ്രസ്റ്റൊക്കെ ഉള്ള സ്ത്രീകൾ, നല്ല തടിയുള്ള സ്ത്രീകളൊക്കെ ആണെങ്കിൽ ബ്രസ്റ്റിൻ്റെ അവിടെയൊക്കെ ഫോൾസ് ഉണ്ടാകും. പ്രഗ്നൻറ്റ് ലേഡീസിൽ പ്രത്യേകിച്ച് ബ്രസ്റ്റും വയറും തമ്മിൽ അവിടെ ചേരുന്ന ആ സ്ഥലങ്ങളിലൊക്കെ പ്രിക്ലി ഹീറ്റ് അല്ലെങ്കിൽ ചൂടുകുരു നന്നായിട്ട് കാണാം. പ്രിക്ലി ഹീറ്റ് അല്ലെങ്കിൽ മിലിയ എന്നാണ് നമ്മളിതിന് ഇംഗ്ലീഷിൽ പറയുന്നത്. നമ്മൾ ടൈറ്റായിട്ട് വസ്ത്രം ധരിക്കുമ്പോൾ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. വേർപ്പിന് ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യാനായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്നില്ല. അപ്പോൾ നമുക്കിത് വരാതിരിക്കാൻ ചെയ്യേണ്ട കാര്യം ബേസിക് ആയിട്ട് എന്തെന്ന് വെച്ചാൽ, നമ്മൾ ബോഡിയെ നന്നായിട്ട് കൂളായിട്ട് തണുപ്പിച്ച് നിർത്തുക എന്നുള്ളതും വേർപ്പിന് സ്വതന്ത്രമായിട്ട് ഒഴുകാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതുമാണ് രണ്ട് കാര്യങ്ങൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് വെച്ചാൽ, ഏറ്റവും ആദ്യത്തത്, വേനൽക്കാലത്ത് നമ്മൾ ഇടുന്ന ഡ്രസ്സുകൾ ഇതുപോലെ വെളുത്തതോ അയഞ്ഞതോ ഒക്കെ ആവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ലൈറ്റ് കളേഴ്സിലുള്ള, വളരെ ലൂസായിട്ടുള്ള, നമുക്ക് നന്നായിട്ട് വായുസഞ്ചാരം കിട്ടുമെന്ന് ഉറപ്പുള്ള രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാനായിട്ട് പരമാവധി ട്രൈ ചെയ്യുക. ഒരുപാട് ഡാർക്ക് കളേഴ്സിൽ, ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള പിടിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കാനായിട്ട് ട്രൈ ചെയ്യുക. ബ്രസ്റ്റിൻ്റെ അടിയിലൊക്കെയാണ് കൂടുതലായിട്ട് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ കോട്ടൻ്റെ മാത്രം ബ്രാ ഇടാനായിട്ട് ട്രൈ ചെയ്യുക. കുളിയൊക്കെ കഴിഞ്ഞ ശേഷം ആ ഭാഗങ്ങൾ നന്നായിട്ട് നമുക്ക് ഡ്രൈ ആക്കി വെക്കാനായിട്ട് ട്രൈ ചെയ്യുക. വേർപ്പ് അവിടെ കെട്ടി നിൽക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക. പരമാവധി കോട്ടൻ്റെ തന്നെ വസ്ത്രങ്ങൾ ധരിക്കാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ ലിനൻ പോലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലിലേക്ക് ഡ്രസ്സ് ധരിക്കുക. ഈ പോളിസ്റ്റർ പോലുള്ള മെറ്റീരിയലുകൾ പരമാവധി ഒഴിവാക്കുക. അടുത്തൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. മിനിമം 3 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ ഈ ചൂട് കാലത്ത് കുടിച്ചേ പറ്റൂ. അത് നമ്മളെ ബോഡീനെ നന്നായിട്ട് കൂളായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഡീഹൈഡ്രേഷൻ വരാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. ചൂടുകുരു മാത്രമല്ല, നമുക്ക് മറ്റ് വേനൽക്കാല അസുഖങ്ങളൊക്കെ വരാതിരിക്കാനായിട്ടും ഈ വെള്ളം നന്നായിട്ട് കുടിക്കുന്നത് നമ്മളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. വളരെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഡെയിലി കുളിക്കുക എന്നുള്ളതാണ്. അത് ഒരു നേരമെങ്കിലും തല നനച്ച് കുളിക്കുക.
2 നേരം കുളിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. ഇനി ഒരു നേരം തലനച്ച് കുളിക്കലും രാത്രി കിടക്കാൻ നേരത്ത് മേല് കഴുകലാണെങ്കിലും ഓക്കെയാണ്. കുട്ടികളാണെങ്കിൽ 3 4 നേരം അവരെ കുളിപ്പിക്കുന്നതിലും തെറ്റില്ല. നമ്മൾ ഈ കുട്ടികളെ കുളിപ്പിക്കാനൊക്കെ പറയുമ്പോഴേ എണ്ണ തേച്ച് സോപ്പ് തേച്ച് അങ്ങനെയൊന്നും കുളിപ്പിക്കണമെന്നില്ല. അത് ദിവസത്തിൽ ഒരു നേരം ചെയ്താൽ മതി. നന്നായിട്ട് സോപ്പൊക്കെ തേച്ച് ചളിയൊക്കെ പോകാനായിട്ട് അവർ തേച്ച് ഉരച്ച് കുളിപ്പിക്കുന്നത് ഒരു ദിവസം ഒരു നേരം കുളിപ്പിച്ചാൽ മതി. അതല്ലാത്ത സമയത്തെല്ലാം ജസ്റ്റ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തണുത്ത വെള്ളം ഒഴിച്ച് ജസ്റ്റ് തുടച്ചെടുത്താൽ മതി കേട്ടോ. മറ്റൊരു കാര്യം, എക്സസൈസൊക്കെ ചെയ്യുന്ന ആളുകൾ മിക്കവാറും എല്ലാവരും ഇപ്പം അത്യാവശ്യം ഹെൽത്ത് കോൺഷ്യസ് ആയതുകൊണ്ട് എല്ലാവരും എക്സസൈസൊക്കെ ചെയ്യുന്നവരായിരിക്കും. സ്ത്രീകളൊക്കെ ആണെങ്കിൽ പലപ്പോഴും രാവിലെ വീട്ടിലെ കാര്യങ്ങൾ തിരക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് എക്സസൈസ് ഉച്ചയിലേക്ക് മാറ്റി വെക്കുന്ന ഒരു സ്വഭാവം പൊതുവേ സ്ത്രീകൾക്കുണ്ട്. അപ്പോൾ ഈ ഒരു ഉച്ച ടൈമിലൊന്നും ഇത്തരം വേനൽക്കാലത്ത് എക്സസൈസിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാണ്ടിരിക്കുക. ഒന്നുകിൽ രാവിലെ ചെയ്യാം, അല്ലെങ്കിൽ വൈകിട്ടോ രാത്രിയോ ചെയ്യാം. ഒരുപാട് നമ്മൾ ഈ ചൂടുള്ള സമയത്ത് എക്സസൈസ് ചെയ്യുമ്പം ഒരുപാട് അത് ഓവർ സ്വെറ്റിങ്ങിലേക്ക് വരാനും ഒരുപാട് നമ്മൾ വേർക്കാനും ചൂടുകുരു ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം ഓവറായിട്ട് എക്സസൈസ് ചെയ്യുന്നത് പകൽ സമയങ്ങളിൽ ഒഴിവാക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇനി നമുക്കറിയാമല്ലേ, ചൂടുകുരു ഉണ്ടാകുമ്പം റെഡ് കളറിൽ ചെറിയ കുരുക്കളാണ് മേലിൽ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഈ കഴുത്തിൽ, അതുപോലെ നമ്മുടെ ചെസ്റ്റിൽ, ബാക്കിൽ ഒക്കെയാണ് ഇതിൻ്റെ ഇറപ്ഷൻസ് കൂടുതൽ കാണാം. കുട്ടികളാണെങ്കിൽ നന്നായിട്ട് ഫേസിൽ കാണാം, തലയിലൊക്കെ കാണാം. ഒരുതരം അരിച്ചിലും ചൊറിച്ചിലും ഒരു അസ്വസ്ഥതയൊക്കെ ഇത് ചില ആളുകൾക്ക് ഉണ്ടാക്കാം. അത്തരത്തിൽ വരുമ്പോഴാണ് പലപ്പോഴും ആളുകൾ ക്ലിനിക്കിലൊക്കെ എത്താറുള്ളത്. ഇത് ഭയങ്കര ചൊറിച്ചിലും അസ്വസ്ഥതയായിട്ട് കുട്ടികൾ രാത്രി ഉറങ്ങില്ല, എപ്പോഴും ചൊറിഞ്ഞുകൊണ്ടിരിക്കും. കുട്ടികൾക്കത് ചൊറിഞ്ഞ് മുറിയാവാം. ചില കുട്ടികളത് നഖമൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ അവർ മണ്ണിൽ കളിക്കുകയും അതുകൊണ്ട് മാന്തി വീണ്ടും ഇതിൽ ഇൻഫെക്ഷൻസ് വന്ന് അങ്ങനെയൊക്കെ കേസസ് വരാറുണ്ട്. ചിലപ്പം പസ്റ്റുലറായിട്ട് അതായത് പഴുപ്പ് പോലെയൊക്കെ വന്നിട്ടൊക്കെ നമ്മുടെ അടുത്തൊക്കെ കേസ് വരാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ചൊറിച്ചിലുണ്ടെങ്കിൽ നഖം കൊണ്ട് മാന്തുന്നത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത്. കുട്ടികളാണെങ്കിൽ അവരുടെ നഖം നന്നായിട്ട് ട്രിം ചെയ്ത് കൊടുക്കണം. ചെറിയ ക്ലോത്ത് കൊണ്ട് എന്തെങ്കിലും സോഫ്റ്റായിട്ട് റബ്ബ് ചെയ്യാനേ അവരോട് പറയാവൂ. നമ്മൾ ചെയ്തു കൊടുക്കുകയാണെങ്കിലും അങ്ങനെ ചെയ്യാവൂ. മാന്തി കൊടുക്കരുത്, കൈവച്ചിട്ട് മാന്തി കൊടുക്കരുത്. പിന്നെ നമുക്ക് ഈ ഒരു അരിപ്പും അസ്വസ്ഥതയൊക്കെ മാറാനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഐസ് പാക്ക് വെക്കുക എന്നുള്ളതാണ്. ഒരു ക്ലോത്തിൽ ഐസ് ജസ്റ്റ് ഒന്ന് പിടിച്ച ശേഷം നമുക്ക് എവിടെയാണോ ഇറപ്ഷൻസ് ഉണ്ടായിട്ടുള്ളത് അവിടെ ഒരു 5-10 മിനിറ്റ് സമയം വെച്ച് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നനഞ്ഞ തുണി ചുമ്മാ കുഞ്ഞുങ്ങളുടെ മേത്തിട്ട് കൊടുക്കുന്നതൊക്കെ ഈ ഒരു ഇറപ്ഷൻസ് പെട്ടെന്ന് കരിഞ്ഞു പോകാനും ചൊറിച്ചിൽ അസ്വസ്ഥതകളൊക്കെ കുറയാനും ഹെൽപ്പ് ചെയ്യും. ഇതുപോലെ ഇറപ്ഷൻസ് വരുന്ന മറ്റൊരു കണ്ടീഷൻ മീസൽസ് ആണ്, അല്ലെങ്കിൽ വൈരി 5-ാം പനി എന്നൊക്കെ പറയുന്ന അസുഖമാണ്. അപ്പോൾ കുട്ടികൾക്ക് ദേഹത്ത് എന്തെങ്കിലും പോകുമ്പോഴത്തേക്ക് അത് ചൂടുകൂരായിരിക്കും വെച്ചിട്ട് മാറ്റി വെക്കരുത്. ഈ പൊങ്ങി വരുന്നതിൻ്റെ കൂടെ പനി ഉണ്ടെങ്കിൽ, കുട്ടിക്ക് ജലദോഷം പോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ, ഇറപ്ഷൻസ് സാധാരണഗതിയിൽ നമ്മുടെ ചൂടുകുരു ആണെങ്കിൽ 2-3 ദിവസം കൊണ്ട് അത് ഫുള്ള് പോവും, കരിഞ്ഞു പോവും. അത്തരത്തിൽ കരിഞ്ഞു പോകുന്നില്ലെങ്കിലൊക്കെ നിർബന്ധമായിട്ടും ഡോക്ടറിനെ പോയി കാണിക്കണം കേട്ടോ. പനിയോട് കൂടിയാണെങ്കിൽ വെച്ചുകൊണ്ടിരിക്കുകയേ ചെയ്യരുത്. ദേഹത്ത് പൊങ്ങി വരുന്നത് പനിയോട് കൂടിയാണെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ പോയി കാണാം. അത് വൈരി പോലെ എന്തെങ്കിലും ആവാനാണ് സാധ്യത കേട്ടോ. അതുപോലെ അസഹനീയമായിട്ടുള്ള ചൊറിച്ചിലുണ്ടെങ്കിലും ഇത് ഫംഗൽ ഇൻഫെക്ഷൻസ് പോലെ എന്തെങ്കിലും ആണോ എന്നൊക്കെ അറിയാനായിട്ടൊന്ന് ഡോക്ടറിനെ കാണിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഹോമിയോപ്പതിയിൽ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഈ ഒരു ചൂടുകുരുവിനെ മാനേജ് ചെയ്യാനായിട്ടുള്ള മെഡിസിൻസ് ഉണ്ട് കേട്ടോ. ടാൽക്കം പൗഡർ ഇട്ട് കഴിഞ്ഞാൽ ഇത് മാറും, അതായത് സാധാരണ പൗഡർ ഇട്ട് കഴിഞ്ഞാൽ ചൂടുകുരു മാറും എന്നുള്ളത് ഒരു തെറ്റായ ധാരണയാണ്. നമ്മൾ ഈ ടാൽക്കം പൗഡറൊക്കെ ഇടുന്ന സമയത്ത് നമ്മുടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള സുഷിരങ്ങൾ കൂടുതൽ അടഞ്ഞു പോകാനാണ് സാധ്യത കൂടുതലുള്ളത്. അപ്പോൾ അതുകൊണ്ട് വെറുതെ ടാൽക്കം പൗഡർ ഇടരുത്. ഈ പ്രിക്ലി ഹീറ്റിനായിട്ട് അല്ലെങ്കിൽ ചൂടുകുരുവിനായിട്ട് നിങ്ങൾക്ക് ഡോക്ടർ തന്ന പൗഡർ ആണെങ്കിൽ അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എത്ര തവണയാണോ ഡോക്ടർ യൂസ് ചെയ്യാൻ പറഞ്ഞത് അതുപോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയൊക്കെയാണ് ചൂടുകുരുവിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇനി എന്തെങ്കിലും ഇത്തരത്തിൽ വേനൽക്കാല അസുഖങ്ങളെ കുറിച്ചൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. മറ്റെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാം. ഡോക്ടർ മുഫ്സിലയാണ്, വലിയ ഹോമിയോപ്പതി ക്ലിനിക്, കീഴ്ശ്ശേരി, മലപ്പുറം ജില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.